രൂപയുടെ ചിലവില്ലാതെ നല്ല അടിപൊളി നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെയെന്നല്ലേ? വരൂ നോക്കാം. പാല് തിളപ്പിച്ച് അതിൻ്റെ പാടയെടുത്ത് നമുക്ക് ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇത് 15 ദിവസത്തെ പാൽപ്പാടയാണ്. ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് ഫ്രിഡ്ജിലിരുന്നോണ്ടാട്ടോ. തണുത്ത വെള്ളം ഒഴിക്കുക. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കാനേ പാടുള്ളൂ. ഒരുപാട് കറങ്ങിപ്പോയാൽ വെള്ളത്തിൻ്റെയോടൊപ്പം ചേർന്ന് എണ്ണ പരുവത്തിലാവും. കൈകൊണ്ട് നന്നായി ഉരുട്ടിയെടുക്കാം. എത്ര വലിയ ഉരുണ്ടയാന്ന് നോക്കിയേ. ഇപ്പം ഫ്രിഡ്ജില്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അത് പുറത്ത് തന്നെ വെച്ച് ഓരോ സ്പൂൺ തൈരൊഴിച്ച് അതിനെ കേടാവാതെ നോക്കാം. വെണ്ണ ഉരുട്ടിയെടുത്ത ശേഷം തണുത്ത വെള്ളത്തിലേക്കിട്ട് ഒരു 3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇത് ആ വെണ്ണയിലെ പാലിൻ്റെ അംശം പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. തണുത്ത വെള്ളമാകുമ്പം ഇങ്ങനെ ഉണ്ടയായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ വെണ്ണ മാറ്റി ഉരുക്കിയെടുക്കാവുന്നതാണ്. ചിലർ ഉരുക്കുന്ന സമയത്ത് തന്നെ കരിവേപ്പില ഇട്ട് ഉരുക്കാറുണ്ട്. അതിനൊരു നെയ്യ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ആ പീരയിൽ നിന്ന് നെയ്യ് തെളിഞ്ഞു വരുന്നത് കണ്ടോ? ഇളക്കി ശേഷം സ്വല്പ ജീരകവും 2 ഉലുവയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് നെയ്ക്കൊരു പ്രത്യേക മണം തരും. ഈ കരട് ഒരു കോഫി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കളറാവുമ്പോഴാണ് ഇതിന് പാകമാവുന്നത്. ഒരുപാട് മൂത്ത് പോകണ്ട. ഈ ചൂടോടൊപ്പം തന്നെ ഇരുന്ന് മൂത്തോളും. ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് വേഗം നെയ്യ് കട്ടിയായി പോകും. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റുകയാണ്. ഇത് ഒരു 150 രൂപയുടെ നെയ്യുണ്ട്. ഏകദേശം ഒരു 1/4 ലിറ്ററിനും മുകളിൽ ഉണ്ട്. നമുക്ക് ഇഡ്ഡലിയോടും ദോശയോടും കഴിക്കാൻ നല്ല അടിപൊളി നെയ്യ് തയ്യാർ.